കറൻ്റ്ലി കുറച്ച് സിനാരിയോസ് നടന്നത് കൊണ്ട് നമ്മൾ ആ അപ്ഡേറ്റ് പുഷ് ചെയ്യത്തില്ല. ഓക്കെ, കറൻ്റ്ലി ഇനി മുതൽ എക്സലാൻഡിസിൽ RP കളിക്കണമെങ്കിൽ പോലും ഏജ് എന്ന് പറയുന്നത് 18. ഓക്കെ, നമുക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോങ് റണ്ണിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആരെയും കളിപ്പിക്കേണ്ടെന്നില്ല, ബട്ട് കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി മുതൽ എക്സലാൻഡിസിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഏജ് 18 മുകളിലായിരിക്കണം. ഈ ഒരു സിനാരിയോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അതായത് വെദർ ഗ്യാങ് ഓർ സിറ്റിസൺ ഓർ എന്തും ആയിക്കോട്ടെ, ഇനി മുതൽ എക്സലാൻഡിസിൽ കളിക്കണമെങ്കിൽ വയസ്സ് 18 മുകളിലായിരിക്കണം. 18 താഴെയുള്ള ആർക്കും ഇനി എക്സലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ലോങ് റണ്ണാണ് നമുക്ക് നോക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് ഫീസിബിളായിട്ടുള്ളത് 18+ എന്ന് പറയുന്നൊരു പേജ്, അല്ലെങ്കിൽ 18+ എന്ന് പറയുന്നൊരു സാധനമായിരിക്കും ഇനി മുതൽ എക്സലാൻഡിസ് ഉണ്ടായിരിക്കുക. 18 വയസ്സിൽ കുറഞ്ഞ ആർക്കും ഇനി എക്സലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. നമ്മൾ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരുടെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആക്കുന്നതായിരിക്കും. ആർക്കും ബാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഗൈസ്, നിങ്ങൾ വേറൊന്നും കൊണ്ടല്ല, നമുക്കിതൊരു ഹെവി ഹാർട്ടിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അത് നമുക്കറിയാം. ബട്ട് ആസ് പെർ ഇന്ത്യൻ റൂൾസ് ഈ പറയുന്ന ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും ഏജ് 18 മുകളിലായിരിക്കണം. ഓക്കെ, നമ്മൾ ആരെയും ഈ പറയുന്നത് പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നതല്ല. ബട്ട് ഏജ് എന്ന് പറയുന്നൊരു കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ എക്സലാൻഡിസ് എന്ന് പറയുന്നൊരു സെർവറിൽ കളിക്കണമെങ്കിൽ ഏജ് 18 മുകളിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റീവൈൽ ലിസ്റ്റ് പുഷ് ചെയ്യും. അതായത് എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കും. അതിന് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു 14 days വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്ത് നിങ്ങൾ 18 ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഏജ് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അണ്ടർ ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ എക്സലാൻഡിസിൽ കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇത് 18+ മസ്റ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഉള്ളൊരു പിടി കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി മുതൽ ഇവിടെ സ്ട്രീം ചെയ്യുന്നവർക്കും നമ്മളൊരു സ്ട്രീമറിൻ്റെ കൺസെൻറ്റ് ഉണ്ടാവും. ആ കൺസെൻറ്റ് അവർ വായിച്ച് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അവർക്ക് ഇവിടെ സ്ട്രീമർ ടാഗ് കിട്ടത്തുള്ളൂ. ഇനി മുതൽ എക്സലാൻഡിസിൽ സ്ട്രീം ചെയ്യണമെങ്കിൽ അവർക്ക് ക്രിയേറ്റർ ടാഗ് മസ്റ്റാണ്. എല്ലാവർക്കും ഈ ക്രിയേറ്റർ ടാഗിന് സബ് കൗണ്ടൊന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് നമ്മൾ തരുന്നതായിരിക്കും. ബട്ട് ആ ടാഗ് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഫോം വായിച്ച് എഗ്രി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് തരുന്നത്. അതായത് എക്സലാൻഡിസിൽ സ്ട്രീം ചെയ്യുന്ന എല്ലാവരും അവരുടെ സ്ട്രീമിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ആയിരിക്കും ആ ഫോമിൽ ഉണ്ടാവാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ എക്സലാൻഡിസിൽ സ്ട്രീം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18+ ടാഗ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഡിസ്ക്ലെയിമർ കൊടുക്കണം. സെർവർക്ക് ഇപ്പോൾ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മീഡിയ ഫയൽ ആഡ്സേഴ്സ് അത് ഫിൽറ്റർ എന്തോ ആഡ് ചെയ്യണം അല്ലേ? ഒന്ന് ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കണം. ഇതിൻ്റെ സംഭവം നിങ്ങൾ കൊടുത്തിരിക്കണം, നിങ്ങളുടെ സ്ട്രീമിൽ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. ഒന്ന്, ഇതിൻ്റെ വലുപ്പം വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം,
വായിക്കുന്ന രീതിയിലാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കണം. അതേപോലെ നിങ്ങളുടെ സ്ട്രീമിൽ ടൈറ്റിലിൽ മെൻഷൻഡ് ആയിരിക്കണം, ടാഗ് ഉണ്ടായിരിക്കണം 18+ ആണ് നിങ്ങളുടെ സ്ട്രീം എന്നുള്ളൊരു കാര്യം. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി മുതൽ എക്സ്റ്റാൻഡീസ് നിങ്ങൾ കളിക്കുവാണെങ്കിൽ സ്ട്രീം ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത്. അതേപോലെ സിറ്റിക്കകത്തുള്ള ടോക്സിസിറ്റി കാര്യങ്ങൾക്ക് ഒക്കെ ഇപ്പോൾ ഉള്ള ബാൻ ആയിരിക്കത്തില്ല. ഇനി മുതൽ സിവിയർ ആക്ഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി മുതൽ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട ടോക്സിസിറ്റീസ് നമ്മളെ സെർവറിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ടോക്സിക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ 1 മാസം മുതൽ 2 മാസം വരെ പുറത്തിരിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? അത് MRC കോക്ക് നിനക്ക് 2 മന്ത് ഇതെന്തുവാ? എനിക്ക് 2 മന്ത് ആകുമ്പോൾ 18 ആകും. എന്നെ കളിപ്പിക്കില്ല പാപ്പ. മോനെ കോക്കോ, ആലോചിക്കട്ടെ, നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മെറ്റ കഴിച്ച് കളിക്കുന്നവരുടെ ബാൻഡേജ് കൂടണം, എടുത്ത് കളയാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നേക്ക് 4 മന്ത് കൂടെ എൻ്റെ ഏജ് 18 ആവാൻ അത് എനി പ്രോബ്ലം. മദർ ഉച്ചിക, യെസ്, നിങ്ങൾക്ക് 18 ആവാതെ നമുക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ IP ആക്ട് പ്രകാരം 18 വയസ്സ് ഏജ് മാൻഡറ്ററി ആണ്. ഓക്കെ, സോ എഗെയിൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇവിടെ ആരെയും ചിൽഡ്രൻസ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ റൂള് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇനി മുതൽ 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് മാത്രമേ എക്സ്ലാൻഡസിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഫോം അപ്പായതിനു ശേഷം നിങ്ങൾക്ക് അറൗണ്ട് 14 ഡേയ്സ് 14 ദിവസം ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജ് വെരിഫൈ ചെയ്യാത്തവർക്ക് 14 ദിവസം കഴിഞ്ഞാൽ കളിക്കാൻ പറ്റത്തില്ല. അവർ ഏജ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സെർവറിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് 14 ദിവസം നമ്മൾ ടൈം തരുന്നുണ്ട് നിങ്ങളുടെ ഏജ് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതെല്ലാം വെരിഫൈ ചെയ്ത് ക്ലിയർ ആക്കുക. വൈറ്റ് ലിസ്റ്റ് എപ്പോഴാണ് ഇനി ഓപ്പൺ ആവുന്ന IP? വൈറ്റ് ലിസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം ഫോമും കൂടെ സെറ്റാക്കിയിട്ട് ഓപ്പൺ ആകും. കാരണം ഇപ്പോൾ നിങ്ങൾ വന്ന് വൈറ്റ് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ കളി തുടങ്ങി 2 ദിവസം ആകുമ്പോൾ വീണ്ടും വൈറ്റ് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കറൻ്റ്ലി വൈറ്റ് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിത്തിൻ 2 to 3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫോം അപ്പാക്കും. ഫോം അപ്പായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വൈറ്റ് ലിസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നോർമലി ബാക്കി എന്താണ് പ്രൊസീജിയർ അങ്ങനെ കളിക്കാം. ബ്രോ, ഏജ് 18 മാറ്റി ബ്രെയിൻ 18 ആക്കാനോ? അപ്പോൾ ഇതാണ് സംഭവം. വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത് നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇന്ത്യൻ റൂളാണ്, നമുക്കത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വേറൊന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഗ്യാങ്ങിൽ കളിക്കുന്ന എല്ലാ 18 താഴെയുള്ള ആൾക്കാരെയും എല്ലാ ഗ്യാങ്ങുകളും സെൽഫ് റിമൂവൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അതാദ്യം ചെയ്യാൻ പോകുന്ന കാര്യം. സെക്കൻഡ് തിങ്, സെർവറിലെ വൈറ്റ് ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് 18 താഴെയുള്ള ഏജുള്ള എല്ലാ ആൾക്കാരുടെയും വൈറ്റ് ലിസ്റ്റ് നമുക്ക് റിവോക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ബാക്കി സെർവറിലുള്ള എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം അപ്പായതിനു ശേഷം, അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഇന്ന് ഡേറ്റ് 27, ഓക്കെ, ജൂൺ 1 ഫോം അപ്പാവുന്നതെങ്കിൽ ജൂൺ 14 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യാൻ. അതായത് ഓണായിട്ട് ഞാൻ 18 വയസ്സാണ് എനിക്കുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് AP പേരൻറ്റ് ഡിസിഷൻ കൂടെ നോക്കണം. ഗൈസ്, സി, ഇന്ത്യൻ ലോ പ്രകാരം പേരൻറ്റ് കൺസേൺ എന്ന് പറയുന്നൊരു സാധനം വാലിഡ് അല്ല. മനസ്സിലായോ? ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേരൻ്റ് അല്ല, അല്ലെങ്കിൽ പേരൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ മോണിറ്ററിങ്ങിൽ പിള്ളേരെ കളിപ്പിക്കണം. നമുക്ക് അത് പോസിബിളും അല്ല. കാരണം ഇവിടെ അതായത് ഈ ഇന്ത്യൻ റൂൾ പ്രകാരം പേരൻറ്റ് കൺസെൻറ്റ് കൊടുത്ത് നമ്മൾ പ്ലെയേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ പോലും ആ പറയുന്ന പ്ലെയറിനെ നിയമം, അതായത് ലീഗലി ആ പ്ലെയറിനെ അവരൊരു ചൈൽഡായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു പേരൻറ്റ് കൺസെൻറ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപേണ ഒരു എഗ്രിമെൻറ്റിലോട്ടോ ഇതിലൊന്നിലോട്ടോ അവർക്ക് ഏർപ്പെടാൻ സാധിക്കില്ല.
മനസ്സിലായത്? നമ്മളിതിൻ്റെ പല സൈഡുകളും നോക്കി, നമ്മൾ ലീഗൽ അഡ്വൈസറിനെ കണ്ടു, അവരോട് കാര്യം സംസാരിച്ച് നമ്മുടെ കൺസേൺസ് കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്നലത്തെ ആർപ്പി മിസ് ചെയ്തു. സത്യടാ. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു നിയമപരമായ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പേരൻറ്റ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പേരിലും ഒക്കെ ആയിരിക്കും, അത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സെർവറിൻ്റെ ഫെയിലിയർ ആണ്. അവരുടെ ഏജ് വെരിഫൈ ചെയ്യാൻ നോക്കി സെർവറിൻ്റെ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ അത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കത്തില്ല. ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ആരുടെയും ആധാർ കാർഡോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇനി മുതൽ വാങ്ങില്ല. അത് നമ്മുടെ DPDP ആക്ട് പ്രകാരം അത് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഏജ് വെരിഫിക്കേഷൻ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ത്രൂ ആയിരിക്കും നമ്മൾ ഏജ് വെരിഫൈ ചെയ്യുന്നത്. അതിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. സ്നാപ്പ് എം ബി ലീവ് ആയതുകൊണ്ട് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വന്നതാ. ഇപ്പോൾ 2 to 3 days കഴിയുമ്പോൾ ലീവൊക്കെ കഴിയും. അത്രയും ആഗ്രഹിച്ച് വർക്കിൻ്റെ പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അപ്ലൈ ചെയ്തതാ. ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയി ബ്രാവോ ഗെയിമിംഗ്. സ്നാപ്പ് എം ബിയുടെ ഡിസ്കോഡ് അക്കൗണ്ട് ഏതാണ്? സ്നാപ്പ് എം ബിയുടെ ഡിസ്കോഡ് അക്കൗണ്ട് എന്താണ്? ഡിസ്കോഡ് അക്കൗണ്ട്. ഓക്കെ, എന്തെങ്കിലും ഗ്യാങ് വാറൊക്കെ ഫൈറ്റൊക്കെ രസം ഉണ്ടാവുള്ളൂ എന്നോ? സാരംഗ്. അല്ലാണ്ട് ചുമ്മാ വാർ ഇൻഷ്യലൊക്കെ എടുത്ത രസം ഉണ്ടാവില്ല. ഗൈസ്, കൊണ പറയുന്നത് ഓക്കെയാണ്, തെറിവിളി പാടില്ല എന്നേ പറയുന്നുള്ളൂ. മനസ്സിലായോ? ഒരു ലിമിറ്റ് വിട്ട് ടോക്സിക് ആയി കഴിഞ്ഞാൽ സർവർ സൈഡിൽ നിന്നും സിവിയർ ആക്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു ഹായ് ഒക്കെ തരാം. ഹേ കില്ലാടി സിബു, ഹായ്. ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഉണ്ടോ? ഇല്ല, അവർ അവിടെ തമ്മിൽ തല്ലി പിണങ്ങിപ്പോയി കുറേ പേരുന്നേ. ഈജിസ്റ്റ് T47 എല്ലാവരും പോകുമല്ലോ. പോകുന്നു T47 ഒന്നും അണ്ടർ ഏജ് പിള്ളേരില്ലടാ, അവരെല്ലാം പ്രായമുള്ളവരും ജോലിയുള്ളവരൊക്കെയാണ്. ചെക്ക് ഏജ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ലീഗലി ഏജ് വെരിഫൈ ചെയ്യാൻ റൈറ്റ്സ് ഉള്ള കമ്പനികൾക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. അവരായിരിക്കും ഏജ് വെരിഫൈ ചെയ്തത്. ഒരു ഏജ് വെരിഫിക്കേഷന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് വരും. ഇപ്പോൾ ഉള്ളൊരു സിനാരിയോയിൽ വൈറ്റ് ലിസ്റ്റിന് വരെ പൈസ ആക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ. മനസ്സിലായോ? പേടിക്കണ്ട, വൈറ്റ് ലിസ്റ്റിനൊന്നും പൈസ ആക്കുന്നില്ല. കറണ്ട് സിനാരിയോ അത് എത്ര പൈസ വന്നാലും നമ്മളത് ബെയർ ചെയ്തോളാം, കുഴപ്പമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഏജ് നമുക്കായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഏജ് നമ്പേഴ്സ് ആക്കുന്നത് ഒരു നല്ല ഡിസിഷനാണ്. ബിക്കോസ് പിള്ളേർ അവരുടെ റൈറ്റ് ഏജിൽ RPയിൽ പറയില്ല. അതുകൊണ്ട് തന്നെ ഒരു വൾഗർ ടോക്സിക് സിറ്റുവേഷൻ വന്നത് OC ട്രാക്ക് ആകുവാണെങ്കിൽ നല്ല പ്രോബ്ലം വരും. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഫോർ ദിസ് ഡിസിഷൻ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സെർവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് തരും സേഫ് സോൺ. നമ്മുടെ ഫോം അപ്പാവുന്നിടം വരെ കറൻ്റ്ലി നമുക്ക് സേഫ് സോൺ റൺ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വീണ്ടും പറയുന്നു, നമ്മൾ കറണ്ട് സിനാരിയോയിൽ സെർവറിൽ മേ ബി അണ്ടർ 18 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടാവാം. സോ അവരെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നൊരു വെടിവെപ്പിലോട്ടോ അല്ലെങ്കിൽ വൾഗാരിറ്റിയിലോട്ടോ തള്ളിവിടാനോ അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് സെർവർ കറൻ്റ്ലി സേഫ് സോൺ ആയിരിക്കും ഫോർ ടൈം ബീയിങ്. മേ ബി 2 to 3 days മോർ സെർവർ സേഫ് സോൺ ആയിരിക്കും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവർ സൈഡിൽ നിന്ന് നമ്മൾ ഇവൻറ്റ്സുകൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് സിറ്റിസൺസിലും സിറ്റിയിലുള്ള എല്ലാവർക്കും ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവൻറ്റുകൾ കളിച്ച് RP കളിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ 2 to 3 days നമ്മുടെ ഫോം ഫില്ലായി സ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മൾ 14 days ടൈം പീരീഡ് കൊടുക്കും എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ. അപ്പം ഫോം വരുന്ന ദിവസം നമ്മൾ സേഫ് സോൺ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോം വരുന്നതിന് മുമ്പ് നമ്മൾ മാനുവലി അണ്ടർ 18 പ്ലേയേഴ്സുകളുടെ വൈറ്റ് ലിസ്റ്റുകൾ റിവോക്ക് ചെയ്യും. അതേപോലെ തന്നെ ഗ്യാങ്ങുകളോട് ഇന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാ പ്ലേയേഴ്സിനോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ അണ്ടർ 18 ആണെങ്കിൽ ദയവ് ചെയ്ത് വന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ഞങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ കാത്തു നിൽക്കാതെ. ഒരു റിക്വസ്റ്റാണ്. വരിക, നിങ്ങൾ തന്നെ ഏജ് നിങ്ങളുടെ അണ്ടർ ഏജ് എന്ന് പറയുക, നമ്മൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. സോ നിങ്ങൾ 18 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കളിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും.
അല്ല നമ്മളായിട്ട് കണ്ടുപിടിച്ച് നിങ്ങളെ പുറത്താക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ബാൻ ആയിരിക്കും വരാൻ പോകുന്നത്. ബാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 18 ആയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പം ഈ സെർവറിൽ കളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും സ്വമേധയാ വരിക. അനൗൺസ്മെൻറ്റ് പുറകിന് വരും. നമ്മൾ ഓൾറെഡി സ്ട്രീമേഴ്സിനുള്ളൊരു അനൗൺസ്മെൻറ്റ് പുഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.